ഇന്ന് ഹോസ്റ്റലിലേക്ക് ഡിന്നറിന് എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് പാലപ്പവും ബ്ലാക്ക് കടല വറുത്തരച്ച കറിയുമാണ്. അങ്ങനെ കടലക്കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഉരുളി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള, പച്ചമുളക് എന്നിവ ഉപ്പിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു. അപ്പോഴത്തേക്ക് വേറെ കുറേ പണിയും കൂടെ ഇടയ്ക്കുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വൈകുന്നേരം ഇപ്പോൾ 2:30-3 മണിയായപ്പോഴാണ് നമ്മൾ കറി വെച്ച് തുടങ്ങുന്നത്. അതിനുശേഷം ഇത് നല്ല രീതിയിൽ സവാളയും ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം നമ്മുടെ രാവിലെ കടല കുതിക്കാൻ വെച്ചിരുന്നു. ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കടല കുതിക്കാൻ വെച്ചിരുന്നത്. കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ട് ഒരു 3:30 ആയപ്പോഴത്തേക്ക് 2:30-3 മണി ആയപ്പോഴത്തേക്ക് കടല നല്ല രീതിയിൽ കയറി വന്നു. 1.5 കിലോ കടലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ കടല നല്ല രീതിയിൽ കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് വാരിയിട്ടു. നല്ല അഴുക്കുണ്ടായിരുന്നു. 1-2 വെള്ളത്തിൽ, ഒരു 3-4 വെള്ളത്തിൽ കഴുകി. ആദ്യത്തെ 1-2 വെള്ളം കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള അഴുക്കാണിത്. അങ്ങനെ നല്ല രീതിയിൽ കഴുകി വാരി നമ്മൾ കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. അങ്ങനെ ഇളക്കി നല്ല രീതിയിൽ അടി കൂട്ടി ഇളക്കി. കാരണം കല്ലുണ്ടോ എന്നൊക്കെ നോക്കണം. കല്ലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് കല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കടല നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് കടല ഇട്ടു. കടല വാരി ഇട്ടതിന് ശേഷം കടല മൊത്തത്തിൽ ഇട്ടതിന് ശേഷം കടല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലേക്ക് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചു. ഒരു 6-7 വിസിൽ കേൾപ്പിക്കും. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് വേവും. കാരണം ആവി കഴിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കേണ്ട ആവശ്യമില്ല. വെള്ളം തുറന്നു വിട്ട് ആവി കളയും. അതുകൊണ്ട് 6-7 വിസിൽ എടുക്കും. അതിനിടയ്ക്ക് വന്ന് ഉള്ളി ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം അപ്പോഴാണ് തക്കാളി ഇട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ തക്കാളി തപ്പിയപ്പം തക്കാളി എന്നും വെക്കുന്ന സ്ഥലത്ത് തക്കാളിയില്ല. അങ്ങനെ ഫ്രിഡ്ജിൽ ഫുൾ തക്കാളിയും കൂടെ വാരിയിട്ടിരുന്നു. അതിന് എന്നും തക്കാളി ഇല്ലെന്നും പറഞ്ഞ് പോയി വാങ്ങിക്കുവാണ്. ഫ്രിഡ്ജിനകത്ത് തക്കാളി എപ്പോഴും സ്റ്റോക്കാക്കിയ കാര്യം മറന്നു പോവുകയും ചെയ്യും. അങ്ങനെ തക്കാളി എടുത്ത് ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം പിന്നെ തക്കാളി എടുക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരാറായി എന്ന് കോൾ വന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി ചേട്ടന് പോയി. കുറച്ച് കഴിയുമ്പോൾ കൊച്ചിനെ വിളിച്ചിട്ട് വരും. അവനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും നടക്കത്തില്ല. പിന്നെ അവൻ്റെ പുറകെ കുറേ നേരം ഓടേണ്ടതായിട്ടുണ്ട്. കാരണം ചെരുപ്പ് ഒരു വഴി, ബാഗ് ഒരു വഴി, അങ്ങനെ ഓരോ സാധനം ഓരോ സ്ഥലത്ത് ഊരി കളഞ്ഞിട്ട് സോക്സ് ഒരു വഴി. ഇതാണ് പണി. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ബാഗ് മേടിച്ച് വെച്ചില്ലെങ്കിൽ ബാഗിൽ നിന്ന് ബുക്കെല്ലാം എടുത്ത് പുറത്ത് അവിടെ എവിടെയും കൊണ്ടിടും. പിന്നെ ബുക്ക് ഞാൻ പോയി നടന്ന് പറക്കേണ്ട അവസ്ഥയായിരിക്കും. സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും ബുക്ക് തന്നു വിടാത്തതുകൊണ്ട് ഏതൊക്കെ ബുക്കാണ് തന്നു വിട്ടതെന്ന് ഒരു പിടുത്തവും കാണത്തില്ല. അതുകൊണ്ട് അവൻ്റെ പുറമേ തന്നെ കാണണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് കറി വെക്കുക ഞാൻ. അങ്ങനെ തക്കാളി തപ്പി എടുത്തുകൊണ്ട് വന്നു. തക്കാളി തപ്പി ഒരു 4 തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളി എടുത്തതിന് ശേഷം തക്കാളി നല്ല രീതിയിൽ വട്ടത്തിലങ്ങ് അരിഞ്ഞു. അത് എന്നുവെച്ചാൽ വെന്തങ്ങ് ചേരുമല്ലോ. കൈവച്ചരിഞ്ഞിട്ട് കത്തിക്കത്ര മൂർച്ച പോരാത്തതുകൊണ്ട് പിന്നീട് പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങരിഞ്ഞ്. അതിനുശേഷം അപ്പോഴാണ് ഓർത്തത് ഓരോ സാധനവും വാങ്ങാൻ 100 തവണ കടയിൽ പോകണം. മറന്ന് ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് പൗഡർ വെച്ച്, അതാകുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് പൗഡറാണ്. അങ്ങനെ കോക്കനട്ട് പൗഡർ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു. അതൊരു 10 മിനിറ്റ് ഡെലിവറി ടൈം 10 മിനിറ്റിനുള്ളിൽ ഇവിടെ വരും സംഭവം. അങ്ങനെ കോക്കനട്ട് പൗഡർ ഓർഡർ ചെയ്തതിന് ശേഷം അതിനുള്ള വെയിറ്റിംഗ് ആണ്. എന്നുവെച്ചാൽ തേങ്ങയും ഇതിനൊപ്പം വറുത്തെടുക്കണം. അതുകൊണ്ടാണ് ഇത് കടലയും സവാളയും തക്കാളിയും എല്ലാം കൂടെ വെന്ത് വരുമ്പോഴത്തേക്ക് തേങ്ങയും വറുത്ത് വരണം. 3ഉം അറ്റ് എ ടൈം നടക്കണം. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അത് അടച്ച് വെച്ച് വേവാനായിട്ട് വെച്ചു. അതിന് ശേഷം മോൻ്റെ അടുത്തേക്ക് പോയി. മോൻ അപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങി. ചെരുപ്പ് ഞാൻ പറഞ്ഞില്ല, ചെരുപ്പ് ഒരിടത്ത് ബാഗ് ഒരിടത്ത് അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഞാൻ ഒരുമിച്ച് കൊണ്ട് അടുക്കി വെച്ചു. അത് കഴിഞ്ഞ് സോക്സും ഷൂ ഒക്കെ പറക്കി മാറ്റി വെച്ചു. അപ്പോഴും മോൻ ഗെയിം കളി തന്നെ. ഇച്ചിരി നേരം ഗെയിം കളിച്ചോട്ടെന്ന് വെച്ചാൽ കുരുത്തൊക്കെ എടുത്ത് തുടങ്ങും. കൂടുതൽ ടൈം മൊബൈൽ കൊടുക്കത്തില്ല, എന്നാലും ഇച്ചിരി നേരത്തേക്കായിരുന്നു കൊടുത്തത്. പിന്നെ മോനെ കുളിപ്പിക്കാൻ ചേട്ടൻ കൊണ്ടുപോയി. ആ ഒരു ടൈമിലേക്ക് മോൻ അപ്പവും കറിയും കൊടുക്കേണ്ടത് കൊണ്ട് പെട്ടെന്ന് ഞാൻ വന്ന് വീണ്ടും തേങ്ങ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് തേങ്ങ വന്നു. ഇൻസ്റ്റൻ്റായിട്ടുള്ള കോക്കനട്ട് പൗഡർ ഇൻസ്റ്റാമാർട്ട് വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കൊണ്ടുവന്നു. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ സാധനം വീട്ടിൽ കൊണ്ടുവരും അവർ. അങ്ങനെ ഒരു പാക്കറ്റ് ഇട്ട് നോക്കി. അങ്ങനെ ഒരു പാക്കറ്റ് ഇട്ടപ്പോൾ അത് തികയത്തില്ലെന്ന് തോന്നി കോക്കനട്ട് പൗഡർ. അങ്ങനെ ഒരു പാക്കറ്റ് കൂടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത്. അങ്ങനെ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഇട്ട് ഇളക്കി നോക്കിയപ്പം അത് കുറച്ചേ ഉള്ളെന്ന് തോന്നിയിട്ട് പിന്നെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും കൂടെ. അങ്ങനെ മൊത്തത്തിൽ 400 ഗ്രാമിൻ്റെ കോക്കനട്ട് പൗഡർ എടുത്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തോരനൊക്കെ തേങ്ങ തിരുമാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിന് പിന്നീട് ചിക്കൻ വറുത്തരച്ച് വെക്കുന്നതിനും എല്ലാം ഇത് നല്ലതാണ്. കാരണം നമ്മൾ തേങ്ങ വറുത്ത് എടുക്കുമ്പോഴത്തേക്ക് നനവുണ്ടായതുകൊണ്ട്
തേങ്ങ വറുത്തെടുക്കാൻ കുറേ ടൈം എടുക്കുമല്ലോ നമുക്ക്. ഇതാകുമ്പം ജസ്റ്റ് ഒന്ന് ചൂടായി വരും. പിന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് വറുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അടുത്ത കോക്കനട്ട് പൗഡറും തട്ടിയിട്ടു. ഈ കോക്കനട്ട് പൗഡർ നമ്മൾ വേറെ കെമിക്കലൊന്നും ചേരുന്നതല്ല, അവർ ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കുന്ന സംഭവം തന്നെയാണ്. എന്നിട്ട് അത് നല്ല രീതിയിൽ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ തീ കൂട്ടിയാണ് ഇളക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോൻ വന്ന് ഓരോന്നോരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പുറവേലും പോകണം. അവൻ്റെ പുറകെ പോകുന്ന ടൈമിൽ തീ കുറച്ച് വെക്കും. അങ്ങനെ തേങ്ങ ഫുള്ളായിട്ടുള്ള തീയിലും ഫ്ലെയിം കുറച്ചൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ വറുത്തെടുത്തതിന് ശേഷം ആ പൊടിയും അതിനകത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത്. പൊടിയെന്ന് പറയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഇങ്ങനെയുള്ള എല്ലാ പൊടികളും ഇട്ടിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആക്കി വറുത്തെടുക്കും. അത് ഈ തേങ്ങയ്ക്ക് കളർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി എടുത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പൊടിയുടെ നീറ്റൽ നമുക്ക് മൂക്കിൽ അടിച്ചിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇത് മൂത്തതിന് ശേഷം അടുത്തത് പൊടിയെടുക്കാനായിട്ട് പോയി. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ഏകദേശം ഉള്ളതാണ്, നമുക്ക് ടീസ്പൂൺ കണക്കൊന്നുമില്ല. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും മോൻ വഴക്കിനല്ല, അവൻ കുറേ കളിയൊക്കെ ആയിട്ട് വരും. കാരണം യൂണിഫോം ഊരാൻ പറഞ്ഞിട്ട് ഊരുന്നുമില്ല, നമ്മൾ ഊരാൻ സമ്മതിക്കുന്നുമില്ല. അങ്ങനെ കിച്ചണി അതും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ അഴുക്കാവും. അപ്പോൾ പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ ഒന്നാമത് മഞ്ഞ ടീഷർട്ടാണ്, അത് പോവത്തുമില്ല, പറഞ്ഞാൽ കേൾക്കുന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞ് ആളിൻ്റെ അടുത്ത് അവിടെ കൊണ്ടിരുത്തി വീണ്ടും ഒരു 5 മിനിറ്റത്തേക്ക് ഫോൺ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഫോൺ ഉപയോഗിപ്പിക്കുന്നതൊക്കെ ദോഷമാണെന്നറിയാം, എന്നാൽ പോലും അതേ രക്ഷയുള്ളായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ ഏൽപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് തണുക്കാൻ വെച്ചു. നല്ല രീതിയിൽ തണുക്കാതെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ മുകളിലോട്ട് തെറിക്കും. അതുകൊണ്ട് അങ്ങനെ ഫുള്ള് ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ട് തണുപ്പിച്ചു. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ വെള്ളം അതിൻ്റെ ഒപ്പമാണ് ആദ്യം ഒഴിക്കുന്നത്. അത് ഒഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് കട്ടിയാവും. വെള്ളം ഒത്തിരി പിടിച്ചെടുക്കുന്ന അരപ്പാണിത്. അങ്ങനെ അതിനുശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരയ്ക്കണം. അന്നേരം നല്ല രീതിയിൽ അരഞ്ഞു വരും. അരഞ്ഞു വന്നതിന് ശേഷം അരപ്പ് മാറ്റി വെച്ചതിന് ശേഷം ഉള്ളി നല്ല രീതിയിൽ നല്ല രൂപത്തിൽ വന്നു. അരപ്പ് മാറ്റി വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ കടല 7-8 വിസിലടിച്ച് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ രാവിലത്തെ ചിക്കൻ കറിയും കൂട്ടി. ഇത് അപ്പമാണ്, നമ്മൾ ദോശക്കല്ലി ചുടുന്നതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അപ്പവും ചിക്കൻ കറിയും കൂടെ അല്പം കഴിക്കാമെന്ന് വെച്ചു, കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അപ്പവും ചിക്കൻ കറിയും കൂടെ കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് കടല സെറ്റായിട്ടുണ്ട്. വിസിൽ എല്ലാം ആവി കളഞ്ഞതിന് ശേഷം കടല കൊണ്ട് നമ്മൾ കറിയിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ കടലക്കറി റെഡി. അങ്ങനെ ഇന്നത്തെ ഡിന്നർ അപ്പവും കടലക്കറിയുമാണ്. അങ്ങനെ നല്ല കറി, പക്ഷേ കുറുകിപ്പോയി കൂടുതൽ. നമ്മൾ കടല അരച്ച് ചേർക്കാതെ തന്നെ അരപ്പുണ്ടായതുകൊണ്ട് കറി നല്ല കുറുകി, നല്ല ടേസ്റ്റിൽ നല്ല മണത്തോടു കൂടി വന്നു. നെയ്യ് തെളിഞ്ഞതിന് ശേഷം കറി ഓഫ് ചെയ്തു.